ഹലോ നമസ്കാരം. കെ മോസസ് നോവൽ വൈരത്തിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാഷി വയനാട് സ്റ്റോറീസ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ലിജി അമ്പരന്ന് മിഴിച്ചു നിൽക്കുമ്പോൾ വിക്രം പറഞ്ഞു, വാതിലടച്ചോളൂ, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി. ഗുഡ് നൈറ്റ്. അയാളെ നടന്ന് ഇരുളിൽ മറഞ്ഞു. വീട്ടിലെത്തിയ മനുശങ്കർ സി രാജേന്ദ്രനോട് സംഭവങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. സർ, വിക്രമല്ല ബിന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്ദുവിനെ രക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ശരി തന്നെ, മനുശങ്കർ സമ്മതിച്ചു. പിന്നെ ചർച്ചിലാണോ അവളെ തട്ടിക്കൊണ്ടുപോയത്? അയാളുടെ മക്കൾ വിക്രമാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇരുട്ടുമുറിയിൽ കൊണ്ടുവന്ന് ചങ്കിടിച്ച് കലക്കണം. അപ്പോഴവർ സത്യം പറയും. സാറെന്ന് സമ്മതിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. അക്ബർ സാറാണെങ്കിൽ ബദറിനെ പിടിക്കാൻ ഒരു തുമ്പും തേടി നടക്കുകയാണ്. വരട്ടെ, അവരെയൊന്നും നമ്മൾ വെറുതെ വിടുന്നില്ല. ബിന്ദുവിനെ വീണ്ടും തട്ടിയെടുത്ത് ഷോക്ക് കൊടുത്ത് അവളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാകെ തകരാറിലാക്കാനാണ്. അതിലവർ വിജയിക്കുകയും ചെയ്തു. അവളെ ദ്രോഹിക്കാൻ കുറേയേറെ ആളുകളുണ്ടായിരുന്നു. അവരിൽ ആരെയെങ്കിലും നമുക്ക് കിട്ടിയ കാര്യങ്ങളിലൊക്കെ സ്പീഡിലാവും. നിങ്ങൾ ആദ്യം പിടികിട്ടാപ്പുള്ളി വേലിപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യണം. പിന്നെ ചർച്ചിലിൻ്റെ ഗുണ്ടകളെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാൽ മതി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രംഗരാജനെയും ബദ്രനെയും ഗുണ്ടകളെയൊക്കെ ലോക്കപ്പിലാവണം. സർ, പിന്നെ നമുക്കറിയേണ്ടത് വിക്രം ആരാണെന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ബദ്രന് മുമ്പേ അവനെ പിടികൂടണം. സർ, ഡോക്ടർ രേവതി അമ്മ അവർക്ക് ചായയുമായിട്ട് കടന്നു വന്നു. ബിന്ദു മരിച്ചതിൽ വളരെയേറെ ദുഃഖം അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മോനെ, ബിന്ദുവിനെ കൊന്നവരെ അറസ്റ്റ് ചെയ്തോ? അമ്മ ചോദിച്ചു. കുമാരിയുടെ നിലവിളി കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞങ്ങൾ അതേപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അമ്മ. ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിഷമിപ്പിക്കാതെ അവർക്ക് ശവം വിട്ടുകൊടുക്കണം മക്കളെ. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. 11 മണിക്ക് പ്രേതം വിട്ടുകൊടുക്കുക അമ്മേ, രാജേന്ദ്രൻ പറഞ്ഞു. എന്നാലും കുറേ കഷ്ടമായിപ്പോയി. പെറ്റു വളർത്തി പ്രാപ്തരാക്കി കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ ഒരമ്മയും സഹിക്കൂല. കുമാരിയമ്മയ്ക്ക് 2 മക്കളാണ് നഷ്ടപ്പെട്ടത്. എന്തൊരു വിധിയാത്, ഈശ്വര. രേവതിയമ്മ അകത്തേക്ക് പോയി. ബിന്ദുവിൻ്റെ ശവസംസ്കാരത്തിന് ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവനുണ്ടായിരുന്നു. കുമാരിയമ്മയുടെ വീടും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അടുത്ത പറമ്പുകളിലായിട്ട് അവർ തിങ്ങിക്കൂടി നിന്നു. ബിന്ദുവിൻ്റെ കുഴി മൂടുന്നതും ഗോപു കനൽ ജ്വലിക്കുന്ന കണ്ണുകളുമായി നോക്കി നിന്നു. കുമാരിയമ്മ ബോധം കെട്ടു രേവതിയമ്മയുടെ കൈകളിലേക്ക് വിടും. എൻ്റെ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയേ. ബോധം കെടുന്നതിന് മുമ്പ് അവർ കരഞ്ഞപ്പോൾ കൂടി നിന്ന സ്ത്രീകളെല്ലാം കണ്ണുകളൊപ്പി. ഗീതയും ഇന്ദുവും പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. ആൾക്കൂട്ടത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന CI രാജേന്ദ്രൻ ശവക്കുഴിക്കപ്പുറത്ത് വിക്രം നിൽക്കുന്നത് കണ്ടു. CI വേഗം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന SP മനുശങ്കറിൻ്റെ അടുത്തേക്ക് നിന്നു. സർ, വിക്രം എവിടെ? അതാ അവിടെ. മനുശങ്കർ അയാളെ കണ്ടു. 35 വയസ്സോളം തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ മുടി പിന്നിലേക്ക് മാടിയൊതുക്കി സൺഗ്ലാസ് ധരിച്ചിരിക്കുന്നു. അയാൾ എവിടെയാണ് നോക്കുന്നതെന്നറിയില്ല. റഫ് ജീൻസ്, കട്ടിയുള്ള ഷർട്ടും ജാക്കറ്റും ധരിച്ചിരിക്കുന്നുണ്ട്. 2 കൈകളും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിറത്തിലുള്ള ഗ്ലൗസുകൾ. ഞാൻ അവനെ പിടിക്കട്ടെ? ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് പിടിച്ചാൽ അവന് രക്ഷപ്പെടാനാവില്ല. ഇവരെല്ലാം നമ്മളെ സഹായിക്കും, CI രാജേന്ദ്രൻ ചോദിച്ചു. വേണ്ട, മനുശങ്കർ തടുത്തു. ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ഇപ്പോൾ അവനെ പിടികൂടാൻ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. മനുശങ്കർ ആളുകൾക്കിടയിലൂടെ അവിടേക്ക് നീങ്ങി. അവിടെ ചെന്ന് മനു ചുറ്റും നോക്കി. വിക്രം മുങ്ങി. ശവക്കുഴി മൂടുകയായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന തിക്കിൽ മനുശങ്കറും പെട്ടു. ആളുകൾ പിരിഞ്ഞു പോയിട്ടും ഗോപു അവിടെ തന്നെ നിന്നു. ശവക്കൂനയുടെ കാൽക്കൽ പുതുമണ്ണിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്ന പൂക്കളിലേക്ക് നോക്കിയിട്ട് അവൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. എൻ്റെ ചേച്ചിയെ കൊന്നവനെ ഞാൻ കൊല്ലും. അവൻ പിറുപിറുത്തുകൊണ്ട് ചുരുട്ടിപ്പിടിച്ചിരുന്ന കൈകൾ നീട്ടിപ്പിടിച്ച് നിവർത്തി. ശവക്കൂനയിലേക്ക് കുറേ മൺതിരികൾ വീണു. വീട്ടിൽ ശ്മശാന മുകുതയായിരുന്നു. ഗോപു ഉമ്മറപ്പടിയിൽ വന്ന് കുറേ നേരം ഇരുന്നു. അമ്മയും സഹോദരിമാരും തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ. ബദറിനെ വെട്ടാൻ അമ്മ കാച്ചിച്ചു കൊണ്ടുവന്ന വെട്ടരിവാള് ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ അതെടുത്തു കൊണ്ടുവന്ന് തേപ്പ് പിടിയിൽ വെള്ളാരങ്കല്ലിൻ്റെ പൊടിയിട്ട് തേച്ച് വെട്ടരിവാളിന് ബ്ലേഡ് പോലെ മൂർച്ചയുണ്ടാക്കി. അവൻ്റെ പ്രവൃത്തികൾ സ്ത്രീകൾ കാണുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് മൂർച്ചയായെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് അവൻ അതുമായി മുറ്റത്തേക്ക് ഇറങ്ങി. ഗീതി
പിന്നിൽ നിന്നും അവനെ പിടിച്ചു. ഗോപു എങ്ങോട്ടാ? ഭദ്രനെ കൊല്ലാൻ. അവനെ ഞാൻ വെട്ടി തുണ്ടാക്കും. നിനക്കും ചാവണോ? വേണം അവനെ കൊന്നിട്ട്. നീ കൊല്ലാനും തിന്നാനൊന്നും പോണ്ട. അതിന് പോലീസുണ്ട്. പോലീസ് എത്ര നാളോ എന്തോ കൊണ്ട് എന്നാ ഒലത്തി? ഗോപു ഗീതയോട് ചൂടായി. ഇനി ഗീതി ചേച്ചിക്കും ബിന്ദുവിനും കുഴിവെട്ടാൻ എനിക്ക് പറ്റില്ല. ഞാനവനെ കൊല്ലും. എന്നെ വിട്. ഗോപു കുതിറി വിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ബിന്ദുവും മറ്റു സ്ത്രീകളും അവനെ വന്ന് പിടിച്ചു. എന്നെ വിട്, അല്ലെങ്കിൽ ഞാൻ വെട്ടും. എന്നാ വെട്ടടാ. ഞങ്ങളെല്ലാവരും വെട്ടിക്കൊന്നിട്ട് പോ. ഇന്ദു അലറി. നിന്റെ കൂടി ശവം കാണാൻ ഞങ്ങൾക്ക് വയ്യ, അവൾ നിലവിളിച്ചു. ഗോപു വല്ലാതായി. അവരവനെ പിടിച്ചു കൊണ്ടുപോയി. വെട്ടരുവാൾ വാങ്ങിവെച്ച് കുമാരിയമ്മ ഹൃദയം തകർന്നതുപോലെ ഒരിടത്തിരുന്നതേ ഉള്ളൂ. രാത്രി ആരും അത്താഴം കഴിച്ചില്ല. ബിന്ദുവിനി അവരോടൊപ്പം ഉണ്ടാവില്ല. കരഞ്ഞ് കരഞ്ഞ് ഓരോരുത്തരും ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പായപ്പോൾ ഗോപു എഴുന്നേറ്റു. ശബ്ദം കേൾക്കാതെ അവൻ വെട്ടരുവാളെടുത്ത് ഒരു സഞ്ചിയിലാക്കി തൂക്കിപ്പിടിച്ചു. പൂച്ചയെപ്പോലെ മുറ്റത്തേക്കിറങ്ങി. ചോരയുടെ മണമുള്ള കാറ്റ് അവനെ തഴുകി. അധ്യായം 20. കടലിന് മുകളിൽ മങ്ങിയ വെളിച്ചം പരത്തി ചന്ദ്രൻ വിളറി നിൽക്കുന്നുണ്ട്. കടവാവലുകൾ പോലെ മേഘങ്ങൾ ഇഴഞ്ഞു നടക്കുന്നു. ശൽക്കങ്ങളുടെ ഒരു ചെകുത്താൻ ചിറകുകൾ പോലെ ഇളകുന്ന കടല്. സഞ്ചി തൂക്കിപ്പിടിച്ച് ഗോപു ചർച്ചിൽ രംഗരാജന് ഗേറ്റിന് നേർക്ക് നോക്കി. സിംഹങ്ങൾ കാവലിരിക്കുന്നത് പോലെ. ഗേറ്റിൻ്റെ അഴികൾക്കപ്പുറത്ത് വാച്ചർ ബീഡി പുകച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അടുത്തു വന്നു. വാച്ചർ ശബ്ദം കെട്ടെഴുന്നേറ്റ് അഴികൾക്കിടയിലൂടെ അവനെ നോക്കി. മുണ്ടും ഷർട്ടും ധരിച്ച ഒരു ചെറുക്കൻ. കാലിൽ ചെരുപ്പ് പോലില്ല. കയ്യിൽ സഞ്ചി കൂടി കണ്ടപ്പോൾ എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞു വന്നതാണെന്ന് ഉറപ്പായി. യാരടാ അത്? പോടാ. വാച്ചർ കൈവീശി അവനെ വിരട്ടി ഓടിച്ചു. അവനത് വകവയ്ക്കാതെ ഗേറ്റിനടുത്തേക്ക് വന്ന് ചോദിച്ചു, ഭദ്രനകത്തുണ്ടോ? എന്നടാ ഷൊന്നെ? ഭദ്രൻ മുതലാളി ബംഗ്ലാവിലുണ്ടോ? എന്നാ വിഷയം? പെണ്ണ്. പെണ്ണ്? നല്ല സുന്ദരി പെണ്ണ്. എന്താ തനിക്ക് ചെവിയേക്കൂടാ പാണ്ടി? നീ ബ്രോക്കറാ? കടുവുളേ, ഇത്ര പ്രായത്തിലെ ഇവൻ എന്നെ ചെയ്യരുത്. ഭദ്രൻ മുതലാളി ഉണ്ടെങ്കിൽ പറ. എന്നെ തടഞ്ഞെന്ന് ഞാൻ മുതലാളിയോട് പറഞ്ഞാൽ നിൻ്റെ പണി കാണൂല. അത് കേട്ട് വാച്ചർ ഭയന്നുപോയി. മുതലാളി ഇവിടെ ഇല്ല. പിന്നെ എവിടെയാണ്? ടൗണിൽ പുതിയ ഹോട്ടൽ പണി നടക്കുന്ന തിരിയാതാ അവനക്ക്? അങ്ങേ ഇருக்கு. രാത്രിയിലും പണിയുണ്ടോ? ആമാ, ഭദ്രൻ മുതലാളി അങ്കതാനെ. മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. കള്ളം പറഞ്ഞാണ്ടല്ലോ. ഉണ്മൈതാൻ. ഡേ പയ്യൻ, ഉൻ പേരെന്നാ? ചൊല്ല്. എന്നാ ഉണക്കും വേണമാ? പെണ്ണ് എപ്പടി ഇരിക്കേ? സുന്ദരികൾ, മധുര 17കാരികൾ. മതിയോ? ഷോ. വാച്ചർ രോമാഞ്ചം കണ്ടു. ഭദ്രൻ മുതലാളിയോട് ഞാൻ പറയാം നിൻ്റെ കാര്യം. അയ്യോ ഷൊല്ലാത്, തല പോകും. അവൻ വിരണ്ടുപോയി. ബംഗ്ലാവിൽ നിന്നും ഒരു വാഹനം വരുന്ന ശബ്ദം കേട്ടു. അന്ത വാൻ സൈറ്റിലേക്ക് താ. ഇங்கே இருக்கிற ലേബേഴ്സ് പോകരുത്. ഉനക്കന്ത വണ്ടിയിൽ പോകലാമോ? വാച്ചർ ഗേറ്റ് തുറന്നു. അടുത്തു വന്ന പഴയ വാന് കൈ കാണിച്ച് നിർത്തി വാച്ചർ അതിലുണ്ടായിരുന്നവരോട് എന്തോ അടക്കം പറഞ്ഞു. അവരവനെ വാനിൽ കയറ്റി. വാനിനുള്ളിൽ വെളിച്ചമില്ലായിരുന്നു. ഡ്രൈവർ ക്യാബിനിലെ കമ്പി വലയ്ക്കിടയിലൂടെ വരുന്ന വെളിച്ചത്തിൽ ഇരുവശങ്ങളിലിരിക്കുന്ന തൊഴിലാളികളെ അവൻ കണ്ടു. സഞ്ചി മടിയിൽ വെച്ച് ഗോപു കുലുങ്ങിയാടുന്ന വണ്ടിയിലിരുന്നു. വാഹനം കണ്ടുപിടിച്ച് കാലത്തുണ്ടായിരുന്ന വാഹനമാണെന്ന് തോന്നുന്നു. ജോലിക്കാരിൽ നിന്നും സിമൻറ്റിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം ഉയരുന്നു. ചിലർ ബീഡി പോയിക്കുന്നുണ്ട്. അവനെ നോക്കുകയും അടക്കം പറയുകയും ചെയ്തെങ്കിലും ആരും ഒന്നും ചോദിച്ചില്ല. ഗോപൻ ഇത്രയും വേഗം ഭദ്രനെ കണ്ടുപിടിക്കാനാവുമെന്ന് കരുതിയിരുന്നില്ല. വാനിൻ്റെ ഇളക്കത്തിനനുസരിച്ച് സീറ്റിനടിയിലിരുന്ന ഇരുമ്പ് ചട്ടികളും കമ്പികളും കൂന്താലികളും നിരങ്ങി ശബ്ദമുണ്ടാക്കി. ഗോപു അടുത്ത പദ്ധതികൾ ആലോചിച്ചു. വെട്ടരുവാളിലെ പിടിമുറുക്കി. വാൻ പാലം കടന്ന് നഗരത്തിലേക്ക് പ്രവേശിച്ചു. നഗരത്തിലെ റോഡിലൂടെ ഓടി ശക്തിയേറിയ ബൾബുകൾ പ്രകാശിക്കുന്ന ഒരു ഭാഗത്തെത്തി. കല്ലുകളുടെയും സിമൻ്റ് അട്ടികളുടെയും ഇടയിൽ വാൻ നിന്നു. എല്ലാവരും ഇറങ്ങി. കോൺക്രീറ്റിൻ്റെ മണമായിരുന്നു അവിടെ ആകെ. സഞ്ചി മുറുക്കെ പിടിച്ചുകൊണ്ട് ദീപു മുകളിലേക്ക് നോക്കി. ദ്രുതഗതിയിൽ കോൺക്രീറ്റ് നടക്കുകയാണ്. സിമൻ്റ് കൂട്ടുന്ന യന്ത്രങ്ങളുടെയും ആളുകളുടെയും ശബ്ദം മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. 3ാം നിലയിലാണ് പണി നടക്കുന്നത്. മുകളിൽ പണി ചെയ്യുന്ന ആളുകളെ ഗോപു കണ്ടു. ഭദ്രൻ മുതലാളി എവിടെ? അവൻ വാനിൽ വന്ന ഒരാളോട് ചോദിച്ചു. വാ. മറ്റൊരാൾ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ചാന്തും കുമ്മായവും കല്ലുകളും കിടക്കുന്നിടത്ത് കൂടി നടന്ന്
അവനൊരു കെട്ടിടത്തിൻ്റെ പിന്നിലെത്തി. അല്പം അകലെ ഒരു കെട്ടിടം. അയാൾ അവിടേക്ക് ചൂണ്ടി പറഞ്ഞു. ആളവിടെയുണ്ട്, ചെന്ന് കാണ്. പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് കമ്മീഷൻ അടിച്ചോടാ, രോഷത്തോടെ പറഞ്ഞിട്ട് ആ തൊഴിലാളി നടന്നു. ആ കെട്ടിടത്തിൽ 1-2 മുറികൾക്ക് വെളിച്ചമുണ്ടായിരുന്നു. മുറ്റത്ത് കാറ് കിടക്കുന്നത് കാണാം. അവൻ അവിടേക്ക് ചെന്നു. കാറിൻ്റെ ചക്രങ്ങളുടെ കാറ്റ് കുത്തി. പിന്നെ വീടിന് ചുറ്റും നടന്നു. അടുക്കള വശത്തെ വാതിൽ അടച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അകത്തുനിന്നും സംസാരം കേൾക്കാം. മദ്യപിച്ച് നാവ് കുഴഞ്ഞ ശബ്ദം. അവൻ സഞ്ചിയിൽ നിന്നും വെട്ടരിവാൾ എടുത്തുകൊണ്ട് അകത്ത് കയറി. അടുക്കളയിലേക്ക് വേസ്റ്റ് പ്ലേറ്റുകളുമായിട്ട് ഒരാൾ വന്നപ്പോൾ അവൻ വാതിലിന് പിന്നിൽ മറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ നിന്നു. പരിചയമില്ലാത്തൊരു മനുഷ്യൻ്റെ മണം. അയാൾ ചുറ്റുപാടും ഒരു നായയെപ്പോലെ ഗ്രാണിച്ചു. വാതിലിന് പിന്നിൽ വന്നാൽ വെട്ടാനായി അവൻ തയ്യാറായി നിന്നു. മദ്യപിച്ചാൽ എനിക്ക് ഇങ്ങനെയാണ്. ഗന്ധം തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കും. അയാളെ പാത്രങ്ങൾ വെച്ചിട്ട് തിരിച്ചുപോയി. ഗോപു പിന്നാലെ ചെന്നു. ആ വലിയ മുറിയുടെ വാതിലിന് മറിഞ്ഞ് അകത്ത് ആരൊക്കെയുണ്ടെന്ന് അവൻ നോക്കി. 4 പേര് കസേരകളിലിരിക്കുന്നു. മദ്യക്കുപ്പിയും ഭക്ഷണവും ടീപ്പോയും മേൽ ബാക്കിയിരിക്കുന്നു. ഭദ്രൻ ഒരു കുട്ടിയാനെ പോലെ ചാരിക്കിടക്കുന്നു. വലിയൊരു നിക്കർ മാത്രമേ അയാൾ ധരിച്ചിട്ടുള്ളൂ. വസ്ത്രങ്ങളെല്ലാം ഊരിയെറിഞ്ഞ് ഫാനിൻ്റെ കീഴിൽ വിശാലമായി ഉറങ്ങുകയാണ്. മറ്റുള്ളവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ഗോപു കേട്ടില്ല. ഭദ്രൻ മാത്രമായിരുന്നു അവൻ്റെ കൺമുന്നിൽ. തൻ്റെ രാധിക ചേച്ചിയെ കൊന്നവൻ, ബിന്ദുവിനെ കൊന്നവൻ. ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഗോപു മുറിയിലേക്ക് ഓടിച്ചെന്ന് വെട്ടരിവാൾ പിടിച്ചലറിക്കൊണ്ട് ഭദ്രൻ്റെ കഴുത്തിന് വെട്ടിയതാണ്. അയാൾ കൈമലർത്തി തടുത്തു. കൈമുറിഞ്ഞു. അപ്പോഴേക്കും മറ്റുള്ളവർ തടഞ്ഞു. എല്ലാവരും വെട്ടുകണ്ട് പിന്നോട്ട് മറിഞ്ഞ ഭദ്രന് നേരെ ഗോപു വെട്ടുകത്തി ആഞ്ഞു വീശി. എൻ്റെ പെങ്ങന്മാരെ നീ കൊന്നില്ലടാ, നിന്നെ ഞാൻ ഇറച്ചിയാക്കുണ്ട് ആശുമോനെ. ഗോപു ഭ്രാന്ത് പിടിച്ച പോലെ ആക്രമിച്ചു. ഭദ്രൻ്റെ കാലിൽ മുറിവുണ്ടായി. അയാൾ ടീപ്പോയി ഗോപുവിൻ്റെ നേരെ തട്ടിത്തെറിപ്പിച്ചു. അതവൻ്റെ കാലുകളിൽ ഇടിച്ചു മറിഞ്ഞു വീണ ഗോപുവിനെ ഭദ്രനെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. വെട്ടരിവാൾ കുപ്പികൾക്കിടയിലേക്ക് വീണു. തറയിൽ വീണ ഗോപുവിന് ഒന്ന് എഴുന്നേൽക്കാൻ വിഷമിക്കേണ്ടി വന്നു. ഭദ്രൻ തുണി വലിച്ചു കീറി കയ്യിലും കാലിലും മുറിവുകൾ കെട്ടി. ആ തയ്യാറെടുപ്പ് കണ്ടപ്പോൾ അവന് ഭയം തോന്നി. അടഞ്ഞു കിടക്കുന്ന വാതിലിന് നേരെ നടക്കാൻ ശ്രമിച്ചു. നിനക്ക് ഈ കൊടുവാൾ കൊണ്ടുപോകണ്ടേ? ഭദ്രൻ വെട്ടരിവാൾ നീട്ടിപ്പിടിച്ച് ചോദിച്ചു. ഗോപു വയന്ന് വിറച്ചു. ഭദ്രനെ കൊല്ലാൻ കഴിയാതിരുന്നതിലും താൻ അവരുടെ മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടതിലും അവനുണ്ടായിരുന്ന ആത്മനിന്ദ കുറച്ചൊന്നുമായിരുന്നില്ല. നിയന്ത്രണാതീതമായ കോപത്തോടെ അവൻ ഭദ്രൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. വെട്ടരിവാളിൻ്റെ മുനയിൽ ഭദ്രൻ തുപ്പൽ തുടച്ചെടുത്തു. കൊച്ചു നായേ, നീ ഭദ്രനോട് കോടി ചോദിക്കാൻ വന്നോടാ? ഇന്നൊരുത്തിയെ കുഴിച്ചിട്ടതല്ലേ ഉള്ളൂടാ. നിനക്കൂടി അവർ കുഴി തീർക്കണമല്ലേ? ഭദ്രൻ വെട്ടരിവാൾ വീശി. ഗോപു പിന്നോട്ട് മാറി വാതിലിൽ ചടഞ്ഞു നിന്നതും അതുകൊണ്ട് തലയേറ്റില്ല. ഭദ്രൻ, അവനെ അങ്ങനെ കൊല്ലരുത്. നമ്മളെ മുറിവേൽപ്പിച്ചതല്ലേ, അവനെയും വേദനിപ്പിച്ച് കൊല്ലണം, ഒരുവൻ പറഞ്ഞു. ഘ്രാണശക്തിയുള്ളവനാണതെന്ന് ഗോപു കണ്ടു. ഭദ്രൻ വെട്ടരിവാൾ ഒരിടത്തേക്കിട്ടു. കൊച്ചുപാമ്പിനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോടാ? ഭദ്രൻ ചോദിച്ചു. അവൻ വന്ന് ഗോപുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവൻ തട്ടി. നിൻ്റെ പെങ്ങള് ഈ മുറിയിൽ കിടന്ന് കുറേ നിലവിളിച്ചതാ. ഇവിടെ തന്നെ കിടന്ന് മരിക്കാനാണല്ലോടാ നിൻ്റെ വിധി. ഗോപു അത് കേട്ട് ഭദ്രനെ ചവിട്ടി. ആ കാലിൽ പിടിച്ച് ഭദ്രൻ അവനെ മറിച്ചിട്ട്, കൊല്ലടാ, എന്നെ കൊല്ല്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഗോപു വളരെ വിഷമിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ പറഞ്ഞു. അവൻ്റെ മുണ്ട് അഴിഞ്ഞുപോയി. നിൻ്റെ പെങ്ങളെ ഓർമ്മ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? അവളെ കുറേ ബോധം അവശേഷിച്ചു. നിനക്കത് പാടില്ല. നിൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ഞാൻ കൊല്ലുമ്പോൾ നീ ഭ്രാന്ത് പിടിച്ച് പൊട്ടിച്ചിരിക്കണം. ഭദ്രൻ അടുത്ത മുറിയിൽ നിന്നും ഹെൽമറ്റ് എടുത്തു കൊണ്ടുവന്നു. അതിനോടനുബന്ധിച്ച് കുറേ വയറുകളുണ്ടായിരുന്നു. ഭദ്രൻ അത് അവൻ്റെ ശിരസിൽ ബലമായിട്ട് ഘടിപ്പിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി. മറ്റൊരുവൻ വയറിൻ്റെ അഗ്രത്ത് ഉണ്ടായിരുന്ന പിന്ന് സോക്കറ്റിൽ കുത്തിയിട്ട് സ്വിച്ചിട്ടു. അലറി നിലവിളിച്ചുകൊണ്ട് ഗോപു പിടച്ചു. അവൻ വിറച്ചു തുള്ളി ഭദ്രനെ ശക്തിയായിട്ട് ഇടിച്ചു തെറിപ്പിച്ച് കുപ്പികൾക്കിടയിലേക്ക് വീണു. ഹെൽമറ്റ് തെറിച്ചുപോയി. അതുപോരാ, 2 മിനിറ്റ് വേണം, ഭദ്രൻ പറഞ്ഞു. മറ്റുള്ളവർ ഗോപുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയ്യോ അമ്മേ, അവൻ നിലവിളിച്ചു. പെട്ടെന്ന് വാതിലിൽ എന്തോ വന്നിടിച്ചു. ആരും അത് ശ്രദ്ധിച്ചില്ല. ഗോപുവിനെ മെരുക്കാനുള്ള ശ്രമമായിരുന്നു. ഒരിടികുടി. വാതിലിനൊരു ഭാഗം തുളച്ച് ഗ്ലൗസ് ഇട്ട ഒരു കൈ അകത്തേക്ക് വന്നു. ആ വിരലുകൾ കതകിൻ്റെ കുറ്റിയിൽ പിടിച്ച് വലിച്ചു മാറ്റി. കൈ വലിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു.
അകത്തേക്ക് വന്ന മനുഷ്യനെ കണ്ട് ഭദ്രൻ നടുങ്ങി. തൻ്റെ കവിളിൽ എസ് അടയാളമിട്ടവൻ, തൻ്റെ ആളുകളെ വടിവാള് കൊണ്ട് വെട്ടിപ്പൊളിച്ചവൻ, തൻ്റെ വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെട്ടവൻ ഗോപുവിനെ പിടിച്ചിരുന്ന കൈകൾ അഴിഞ്ഞു. നിന്നെ തിരക്കി ഞാൻ എവിടെയൊക്കെ പോയെന്നറിയാമോ? വിക്രം ഭദ്രനോട് ചോദിച്ചു. അപ്പോഴാണ് അയാൾ ഗോപുവിനെ കണ്ടത്. ഭിത്തിയിൽ തറച്ചതുപോലെ നിൽക്കുകയായിരുന്നവൻ. നീ ഈ കുട്ടിയെയും കൊല്ലാൻ നോക്കുന്നുടാ. വിക്രം മുന്നോട്ട് കുതിച്ചു. ഭദ്രൻ നിലത്ത് കിടന്ന വെട്ടരിവാളെടുത്തു. ഇന്ന് നിന്നെ ഞാൻ കൊല്ലൂടാ. ഭദ്രൻ വെട്ടരിവാള് വീശി മുന്നോട്ടെടുത്തു. വിക്രം ഭദ്രൻ്റെ കയ്യിൽ പിടിച്ച് മറുകൈ കൊണ്ട് വെട്ടുകത്തി പിടിച്ചെടുത്തു. ആ ഗ്ലൗസിനുള്ളിൽ ഇരുമ്പാണെന്ന് ഭദ്രന് മനസ്സിലായി. വിക്രം അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. നിനക്ക് കൊല്ലണമല്ലേ? ഞാൻ തുടങ്ങാം. അടുത്ത ചാൻസ് നിനക്ക് തരാം. വിക്രം അവനെ മലർത്തിയടിച്ചു. ഭദ്രൻ മേശപ്പുറത്തേക്ക് വീണു. അവൻ്റെ കൈക്ക് വിക്രം കൊടുവാൾ കൊണ്ട് വെട്ടി. ഭദ്രൻ കൈവലിച്ചു. മുഴുവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലത് കൈവിരലുകൾ മുറിഞ്ഞ് ചിതറിപ്പോയി. കണ്ടു നിന്ന ഒരു ഭയം അലറി. ഭദ്രൻ വീണ്ടും വെട്ടിത്തിരിഞ്ഞു. അയാളുടെ ഇടത് കൈയിലും വെട്ടുകിട്ടി. തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നതിന് മുകളിൽ. അമ്മേ എന്നലറിക്കൊണ്ട് ഭദ്രൻ കഴുത്തിന് നേരെ വന്ന കൊടുവാളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അകത്ത് കടന്ന് പുറത്തേക്കോടി. കൊല്ലാൻ വന്ന ഗോപു പോലും അത് കണ്ട് ഭയന്നുപോയി. ചോര ധരിക്കുന്ന കൊടുവാളുമായി വിക്രം ഭദ്രൻ്റെ പിന്നാലെ വെളിയിലേക്ക് കുതിച്ചു. അധ്യായം 21. തുടരെ ഫോൺ മണിയടിക്കുന്നത് കേട്ട് ചർച്ചിൽ രംഗരാജൻ ഞെട്ടിയുണർന്നു. അയാൾ ക്ലോക്കിൽ നോക്കി. രാത്രി 1 മണിയാവുന്നു. ഈ സമയത്ത് ആരാണ് തന്നെ വിളിക്കുന്നത്? അയാൾ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഈർഷ്യയോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ആരാ? എന്താണ് ഈ പാതിരാത്രി വേണ്ടത്? ഡാഡി, ഞാനാ അമരൻ. അമരൻ്റെ ശബ്ദം. എന്താടാ? ഡാഡി ഭദ്രനെ വെട്ടി. ആര്? അവൻ വിജയൻ, നമ്മുടെ ശത്രു. അയ്യോ, എൻ്റെ മോനെ കൊന്നോ? ചർച്ചിൽ രംഗരാജൻ നിലവിളിച്ചു പോയി. അയാളുടെ ഉറക്കച്ചടവെല്ലാം പോയി. മരിച്ചില്ല, കൈകൾ വെട്ടിമുറിച്ചു. 2 കൈയും ഇല്ലേ? എൻ്റെ കുഞ്ഞ്. അയ്യോ. ചർച്ചിൽ പരിഭ്രാന്തനായി. ഒരു കൈയിലെ വിരലുകളെല്ലാം മറ്റുപോയി. മറ്റേ കൈക്കും വെട്ടുണ്ട്. എനിക്കിത് കേട്ടിട്ട് ചങ്ക് പൊട്ടുന്നടാ. എവിടെ വെച്ചാൽ ഉണ്ടായത്? പുതിയ ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ വെച്ച്. വെട്ടുകൊണ്ട് പുറത്ത് ചാടിയ ഭദ്രനെ കൊല്ലാൻ അവൻ പുറകെ പോയതാണ്. അപ്പോഴേക്കും നിലവിളി കേട്ട് തൊഴിലാളികൾ വന്നുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു. അവനെ കിട്ടിയോ? ഇല്ല, അവൻ പോയി. ഓ കഷ്ടം. അവനെ പിടിക്കാൻ ഒരുത്തിനും കഴിഞ്ഞില്ലടാ. ഡാഡി, കുമാരിയമ്മയുടെ ഇളയ മകൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഭദ്രനെ വെട്ടിക്കൊല്ലാൻ. ഭദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചെറുക്കൻ വെട്ടി. അവർക്കൊക്കെ മുറിവുണ്ട്. ചെറുക്കനവിടെ? അവനെ ഓടിക്കളഞ്ഞു. അവനറിയാമോ ആ കൊലയാളി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്? അറിയാമായിരിക്കണം ഡാഡി. എന്നാൽ അവനെ വെറുതെ വിടരുത്. ശരി ഡാഡി. ഭദ്രൻ്റെ വിരലുകൾ ഞങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാനിതാ വരുന്നു മോനെ. എന്ത് പണം മുടക്കിയാലും വേണ്ടില്ല, നമുക്ക് ഭദ്രനെ രക്ഷിക്കണം. അവനൊരു വികലാംഗനാവുന്നത് കാണാൻ എനിക്ക് വയ്യ. ചർച്ചിൽ രംഗരാജൻ ഫോൺ വെച്ചു. അയാളാകെ പരിഭ്രാന്തനായിരുന്നു. ചർച്ചിൽ രംഗരാജൻ ഉടനെ കാറിറക്കി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കാഷ്വാലിറ്റിയിലെ തിയേറ്ററിലെ അടിയന്തര ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. തിയേറ്ററിൽ നിന്നും പുറത്തു വന്ന ഡോക്ടറുടെ പുറകെ ചർച്ചിൽ ചെന്നു. ഡോക്ടർ, എൻ്റെ മോൻ, അവൻ്റെ വിരലുകൾ തുന്നിച്ചേർക്കാൻ പറ്റില്ല അല്ലേ? ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ശ്രമിക്കാം. അറ്റുപോയ വിരലുകളാണ്. അസ്ഥി കൂടിയാൽ തന്നെ കുറേ മാസങ്ങൾ അനങ്ങാൻ പറ്റില്ല. ഓർത്തോ സർജറിയിൽ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ മാത്യൂസ്. ഡോക്ടർ എവിടെയാണ്? ഞാൻ വിളിച്ചുകൊണ്ട് വരാം. എത്ര പണം വേണമെങ്കിൽ ഞാൻ മുടക്കാം. ഡോക്ടർ, എൻ്റെ മോന് അംഗഭംഗം വരുത്തരുത്. ചർച്ചിൽ രംഗരാജൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. സോറി മിസ്റ്റർ രംഗരാജൻ, അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഏതോ നീചന്മാർ വെട്ടിമുറിച്ചു. അദ്ദേഹത്തിൻ്റെ നാവ് പിഴുതെടുത്തു. ഇവിടെ തന്നെ അദ്ദേഹം ചികിത്സയിലാണ്. ഡോക്ടർ കടന്നുപോയി. ചർച്ചിൽ രംഗരാജൻ മുഴുവൻ കേട്ടില്ല. അയാൾ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. തൻ്റെ മകനെ ചികിത്സിക്കേണ്ട ഡോക്ടറുടെ കൈ താൻ വെട്ടിക്കളഞ്ഞു. ഒരു ഡോക്ടറുടെ സേവനത്തിൻ്റെ വില അയാൾക്ക് മനസ്സിലായി. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഓപ്പറേഷൻ. രംഗരാജൻ കാത്തിരുന്നു. അമരൻ വന്നു പറഞ്ഞു. ഡാഡി, പോലീസിൽ അറിയിച്ചു. അവർ വരുന്നുണ്ട്. വാതിക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നിൽക്കുന്നത് അയാൾ കണ്ടു. അയാൾ തൊഴിലാളികളോട് സംസാരിക്കുകയാണ്. ചർച്ചിൽ രംഗരാജൻ അവിടേക്ക് ചെന്നു. രാവിലെ കുമാരിയമ്മ വന്ന് നോക്കുമ്പോൾ ഗോപു കിടന്നുറങ്ങുന്നത് കണ്ടു. അവൻ്റെ വേഷവും മറ്റും കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. മുണ്ടിൽ ചോര. അവരടുത്ത് നിന്ന് നോക്കി. പായിൽ ഒരു സഞ്ചി. സഞ്ചിയിൽ നീണ്ടു നിൽക്കുന്ന വെട്ടരിവാളിനെ പിടി. അവരതെടുത്തു. നടുങ്ങി വിറച്ചുപോയി. കട്ടച്ചോര വെട്ടരിവാളിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. എടാ ഗോപു!
ഒരലർച്ചയായിരുന്നു അത്. ഗോപു നടുങ്ങിയുണർന്നു. ഗീതയും ഇന്ദുവും ഓടി വന്നു. ചോര പുരണ്ട വെട്ടരിവാള് കണ്ട് അവർ പരിഭ്രമിച്ചു. നീ അവനെ കൊന്നോ? കുമാരിയമ്മ ചോദിച്ചു. നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വരുവാടാ. അവനമ്മയെ മിഴിച്ചു നോക്കി. ഞാനവനെ വെട്ടി, പക്ഷെ അവൻ ചത്തില്ല. എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഒരാൾ വന്ന് ഭദ്രനെ വെട്ടി. അയാൾ അവനെ കൊന്നേനെ. അപ്പോഴേക്കും പണിക്കാരെ ഓടി വന്നു. ആ മനുഷ്യനാണ് എന്നോട് പോയിക്കോളാൻ പറഞ്ഞത്. അയാൾ ആരാണ്? എനിക്കറിയില്ല. എന്നെ രക്ഷിച്ച ആളാണോ? ഇന്ദു ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഗോപു പറഞ്ഞു. എൻ്റെ കുട്ടി, നീ എന്താ അബദ്ധമായി കാണിച്ചത്? ഭദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കിനി മനസ്സമാധാനമുണ്ടോ? അവൻ നമ്മളോട് പ്രതികാരം ചെയ്യില്ലേ? അമ്മ കണ്ണീരൊഴുക്കി. അവൻ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കും. അവൻ സുഖമായ ആശുപത്രി വിടുന്നതിന് മുമ്പ് ഞാൻ കൊല്ലും അവനെ, ഗോപു പറഞ്ഞു. മോൻ വാ, നമുക്ക് മനസ്സാറിൻ്റെ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാം. ഭദ്രൻ്റെ അപ്പനും ചേട്ടനും നിന്നെ തിരക്കി വരും. അവരെ നിന്നെ ഞങ്ങളുടെ മുന്നിലിട്ട് കൊല്ലുന്നത് ഞങ്ങൾക്ക് കാണാൻ വയ്യ, കുമാരിയമ്മ പറഞ്ഞു. ഗോപു പിന്നെ എതിർത്തില്ല. കുമാരിയമ്മയും ഗോപുവും ചിലപ്പോൾ മനുശങ്കറിനോടൊപ്പം സി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. ഗോപു, നീ എന്താ അവിവേകമായി കാണിച്ചത്? മനുശങ്കർ ചോദിച്ചു. ഞാനവനെ നേരത്തെ കൊല്ലേണ്ടതായിരുന്നു. എന്നാൽ ബിന്ദു രക്ഷപ്പെട്ടേനെ. ഞാനല്ലേ ജയിലിൽ പോവുകയുള്ളൂ. നിങ്ങളെന്നെ തൂക്കിക്കൊല്ലുമായിരിക്കും, പക്ഷെ എൻ്റെ പെങ്ങളെ രക്ഷപ്പെടുമായിരുന്നില്ലേ? അവൻ കരഞ്ഞു. വികാരത്തള്ളിച്ചയിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു. കുഞ്ഞെ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണം. കുമാരിയമ്മ കൈകൂപ്പി നിന്ന് കരഞ്ഞു. ഗോപുവിനൊട്ടും കുലുക്കമില്ലായിരുന്നു. ഗോപു, എന്താണ് ഉണ്ടായതെന്ന് പറയൂ, ഒന്നും ഒളിച്ചു വെക്കണ്ട, മനു നിർദ്ദേശിച്ചു. ഗോപു തലേ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. മനുശങ്കറും രാജേന്ദ്രനും സശ്രദ്ധം അതെല്ലാം കേട്ടിരുന്നു. സംശയം തോന്നിയപ്പോഴൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിച്ചു. നിന്നെ രക്ഷിക്കാൻ വന്ന മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയാമോ? അവസാനം മനുശങ്കർ ചോദിച്ചു. ഇല്ല. അയാൾക്ക് എന്നെ അറിയാമെന്ന് തോന്നി. ഭദ്രനെ അയാൾ വെട്ടിക്കൊല്ലുമായിരുന്നു. പണിക്കാർ വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഗോപു പറഞ്ഞു. ആ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞത് സത്യമാണോ? അതെ. ബിന്ദുവിൻ്റെ ഓർമ്മ കെടുത്തിയതും അതുകൊണ്ടാണെന്നും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നും അവൻ പറഞ്ഞു. ഗോപു മ്ലാനവതനായി. എനിക്കവനെ കൊല്ലാൻ പറ്റിയില്ല. ഞാൻ ചെയ്തെല്ലാം വെറുതെ ആയി. രാജേന്ദ്ര, മനു വിളിച്ചു. സർ, ആ വീട്ടിൽ പോലീസുകാരെ അയച്ചിട്ടുണ്ടോ? ഉണ്ട്. രാജേന്ദ്രൻ നേരിൽ ചെന്ന് തെളിവെടുക്കണം. ആ ഹെൽമെറ്റ് കണ്ടുപിടിക്കണം. ബിന്ദുവിൻ്റെ കേസിൽ ഭദ്രനെതിരെ ഒരു തെളിവാണത്. സർ, ഗോപു ഇദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ല്, മനുശങ്കർ ഗോപുവിനോട് പറഞ്ഞു. ഗോപുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭദ്രനെ കൊണ്ടുവന്നപ്പോൾ ചർച്ചിൽ രംഗരാജൻ മാനസിക ക്ഷോഭത്താൽ തളർന്നു വരുന്നു. 2 കൈകളും മൂടിക്കെട്ടി സ്ട്രെച്ചറിൽ മൃതനെ പോലെ കിടക്കുന്ന മകൻ. മകന് ഒരു പേവാട് രംഗരാജൻ ഏർപ്പാടാക്കിയിരുന്നു. ഭദ്രനെ മുറിയിലേക്ക് അറ്റൻഡന്മാർ തള്ളിക്കൊണ്ടുപോയപ്പോൾ പിന്നാലെ അമരനും രംഗരാജനും നടന്നു. അപ്പോൾ എതിരെ ഒരു സിസ്റ്റർ വീൽ ചെയർ തള്ളിക്കൊണ്ടുവന്നു. അതിൽ ഡോക്ടർ മാത്യൂസ് ചാരിക്കിടന്നിരുന്നു. മാത്യൂസിനെ കണ്ട് ചർച്ചിൽ രംഗരാജൻ ഒന്ന് നടുങ്ങി. ആ ഓർത്തോ സർജൻ്റെ കൈകളിലും കാലുകളിലും പ്ലാസ്റ്ററുകളാണ്. ഭദ്രൻ സ്ട്രെച്ചർ കടന്നുപോയപ്പോൾ ഡോക്ടർ അവനെ ഒന്ന് നോക്കി. പിന്നാലെ വന്ന ചർച്ചിൽ രംഗരാജൻ്റെ മുഖത്തേക്ക് ആ കണ്ണുകൾ തറച്ചു. ചർച്ചിലിന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കണ്ണിൽ നിന്നും തീപ്പൊരി ചിതറുന്നത് രംഗരാജൻ കണ്ടു. രോക്ഷത്തിൽ ഉച്ചത്തിൽ ശപിക്കുന്നത് പോലെ ഡോക്ടർ മാത്യൂസ് അലറി. നാവില്ലാത്തതിനാൽ വല്ലാത്തൊരു ശബ്ദമാണ് പുറത്തേക്ക് വന്നത്. ചർച്ചിൽ പരിഭ്രാന്തനായി അവിടെ നിന്നും നിഷ്ക്രമിച്ചു. മുറിയിൽ ഭദ്രന് ബോധം വീഴുന്നത് കാണാൻ ചർച്ചിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അയാൾ അമരനെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ആളുകളെ തയ്യാറാക്കിയോ? മോന് ബോധം വീണാലുടൻ നമ്മൾ പുറപ്പെടുകയാണ്. എങ്ങോട്ട്? അമരൻ ചോദിച്ചു. മോനെ കൊല്ലാൻ വന്ന ഗോപുവിൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ കൈയും കാലും ഇതുപോലെ വെട്ടിയിടണം. അപ്പോഴവൻ ആ കൊലയാളി എവിടെയാണെന്ന് പറയും. ശരി ഡാഡി. അമരൻ പുറത്തേക്ക് പോയി. നേഴ്സ് ഭദ്രൻ്റെ ട്രിപ്പ് മാറ്റിക്കൊടുത്തു. ചർച്ചിൽ നേഴ്സിനെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മോൻ സുഖം പ്രാപിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ, നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. നേഴ്സ് ഭയന്ന് അയാളെ മിഴിച്ചു നോക്കി. രംഗരാജനെ പറ്റി അവളും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനല്ലല്ലോ, ഡോക്ടറല്ലേ നോക്കുന്നത്, അവൾ ഭീതിയോടെ പറഞ്ഞു. നിന്നെ ഡോക്ടറോട് പറഞ്ഞേര്. ചർച്ചിലിൻ്റെ മോൻ്റെ ഒരു വിരൽ നഷ്ടപ്പെട്ട അവർക്കൊരു തല നഷ്ടപ്പെടുമെന്ന്. ആ മട്ടും ഭാവവും നേഴ്സിനെ ഭയപ്പെടുത്തി. ഭദ്രനൊന്ന് ഞരങ്ങി. ഡാഡി. നേരത്തെ ശബ്ദം. മോനെ ഭദ്ര, ഡാഡി ഇവിടെ ഉണ്ടാ? ഡാഡി. എൻ്റെ കൈ, എൻ്റെ വിരലുകൾ. ഭദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ട്രിപ്പ് സ്റ്റാൻഡിൽ നിന്നൊഴുകുന്ന രക്തക്കുഴൽ അവൻ കണ്ടു. മോനെ,
മോനൊന്നും സംഭവിക്കില്ല. മോനെ വെട്ടിവരെ ഞാൻ ഇന്ന് സൂര്യാസ്തമയം കാണിക്കില്ല. രംഗരാജൻ ഭദ്രൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അയാൾ മകൻ്റെ ശിരസിൽ തലോടി. നീ സമാധാനമായിട്ട് കിടക്ക്. ചർച്ചിൽ പ്രതികാരത്തിന് പോവുകയാണ്. എൻ്റെ മോനെ വെട്ടിയവൻ്റെ കൈ ഞാനിവിടെ കൊണ്ടുവരും. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി. ആശുപത്രിക്ക് വെളിയിൽ അമരനും 10 ഗുണ്ടകളും 2 ജീപ്പുകളായിട്ട് കാത്തു നിന്നിരുന്നു. ചർച്ചിൽ രംഗരാജൻ വന്ന് ജീപ്പിൽ കയറി. വീട് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അയാൾ ഡ്രൈവറോട് ചോദിച്ചു. അറിയാം. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ഡ്രൈവർ പറഞ്ഞു. അസ്ത്രങ്ങൾ പോലെ ജീപ്പുകൾ പാഞ്ഞുപോയി. അല്പം വേഗത കുറഞ്ഞാൽ ചർച്ചിൽ കോപിക്കുമെന്ന് ഭയന്ന് ഡ്രൈവർ ജീപ്പ് പറത്തിവിട്ടു. ചെറിയ സിറ്റിയിലൂടെ കവലയിലൂടെ ജീപ്പുകൾ അലറിപ്പാഞ്ഞു. കുമാരി അമ്മയുടെ വീടിന് നേരെ കുതിച്ചു. വാഹനം നിൽക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ബിന്ദുവും ചർച്ചിൽ രംഗരാജനും അമരനും ഗുണ്ടകളും അവയിൽ നിന്നും ചാടിയിറങ്ങുന്നത് കണ്ട് ഗീതയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ചേച്ചിയെ തെമ്മാടികളെ! ഇന്ദു ഗീതയെ വലിച്ചുകൊണ്ട് പിന്നിലെ വാതിൽ അകത്തുനിന്നും അടച്ച് പുറത്തേക്ക് ഓടി. പുറത്തേക്കിറങ്ങിയ അവരുടെ മുന്നിൽ ഗുണ്ടകളായിരുന്നു. എൻ്റെ മോനെ വെട്ടി നുറുക്കിയിട്ട് രക്ഷപ്പെടുന്നോടി! എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനായി നിന്ന ഗീതയും ഇന്ദുവും. രംഗരാജൻ ഒരു കുഴലിൽ നിന്നും വടിവാൾ ഊരിയെടുക്കുന്നത് കണ്ട് അവരുടെ ശ്വാസം നിലച്ചുപോയി. ചർച്ചിൽ ഉയർത്തിപ്പിടിച്ച വടിവാൾ കണ്ട് ഗീതയുടെയും ഇന്ദുവിൻ്റെയും അടിവയറ്റിൽ നിന്നും ഒരു അഗ്നിഗോളം ഉയർന്നു വന്നു. വല്ലാത്തൊരു നിലവിളി അവരിൽ നിന്നുണ്ടായി. ഇന്ദുവിനെ വലിച്ചുകൊണ്ട് ഗീതി വീട്ടിനകത്തേക്ക് ഓടിക്കയറി. ചർച്ചിൽ വടിവാൾ വീശി. ഇന്ദുവിൻ്റെ തലമുടിയുടെ അഗ്രം അറ്റുവീണു. ഒറ്റ നിമിഷം കൊണ്ട് അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. മുന്നിൽ ഗുണ്ടകളുണ്ട്. എന്ത് ചെയ്യണമെന്നോ എവിടെ ഒളിക്കണമെന്നോ എവിടേക്ക് രക്ഷപ്പെടണമെന്നോ അവർക്കൊരു ഊഹം കിട്ടിയില്ല. ഇന്ദു മുന്നിലെ വാതിൽ കൊട്ടിയടച്ചു. അവളുടെ അഗ്രം പോയ മുടി ഗീതി കണ്ടു. ഉള്ളിലെവിടെയോ ഒരാളൽ. ആ വെട്ടുകൂടി അല്പം മാറിയിരുന്നെങ്കിൽ ശിരസ് പിളർന്നേനെ. ഗീതി അലറി വിളിച്ചുപോയി. രക്ഷിക്കണേ! കൊല്ലുന്നേ! ഇന്ദുവും തൊണ്ട പൊട്ടുമാർ അലറി. വാതിൽ പൊളിക്കാൻ തുടങ്ങുന്നു. ചേച്ചി നമ്മളെവിടേക്ക് രക്ഷപ്പെട്ടു? ഗീതി ഇന്ദുവിനെ കെട്ടിപ്പിടിച്ചു. മുകളിലേക്ക് വലിഞ്ഞു കയറി ഓടിളക്കി പുരപ്പുറത്ത് കയറി നിൽക്കാമായിരുന്നു. അവളോർത്തു, താനൊരു ആണായിരുന്നെങ്കിൽ. ആ ചിന്ത അവസാനിക്കുന്നതിന് മുമ്പ് 2 വാതിലുകളും തകർന്നു വീണു. ചെവി കൊട്ടിയടയ്ക്കുന്ന ശബ്ദത്തിൽ. ഒന്നിലൂടെ അമരനും ഒന്നിലൂടെ ചർച്ചിൽ രംഗരാജനും അകത്തേക്ക് കയറി. അമരൻ ചവിട്ടിത്തകർത്ത വാതിലിന് കട്ടിളയോടൊപ്പം ദുർബലമായ ഭിത്തിയോടൊപ്പം കുറേ ഭാഗവും അടർന്നു വീണു. മുകളിലിരുന്ന തകരട്ടിന്നുകൾ തറയിൽ വീണ് ഉരുണ്ടു തുടങ്ങി. ദൈവമേ! ഇരുവരും അലറിക്കരഞ്ഞു. പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു. പരസ്പരം അലിഞ്ഞ് ശൂന്യതയിൽ ലയിച്ചുവെങ്കിൽ എന്ന് അവരാശിച്ചു. അമരൻ അവരെ പിടികൂടി വലിച്ച് വരാന്തയിലേക്ക് കൊണ്ടുവന്നു. മറ്റുള്ളവരെവിടെയാണെന്ന് നോക്ക്, അയാൾ ഗുണ്ടകളോട് കൽപ്പിച്ചു. ഗുണ്ടകൾ അകത്തേക്ക് കയറി. അമരൻ മുറ്റത്തേക്ക് അവരെ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗീതി വരാന്തയിലെ തൂണിൽ ഒരു കൈകൊണ്ട് ബലമായി പിടിച്ചു. അമരൻ ശക്തിയിൽ വലിച്ചിട്ടും അവൾ കൈവിട്ടില്ല. തോളിൽ നിന്നും പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു ആ കാടൻ്റെ ബലപ്രയോഗത്തിന്. അത് കണ്ടുകൊണ്ടാണ് ചർച്ചിൽ തുറന്നു കിടക്കുന്ന വാതിലും ഇഷ്ടികളും ചവിട്ടി വരാന്തയിലേക്ക് വന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കൈ അവൻ വെട്ടിമുറിച്ചില്ലേ? പോട്ടെ, നിൻ്റെയൊക്കെ കൈ ഞാനിങ്ങെടുക്കും. പിന്നെ നിന്നെയൊക്കെ കൊണ്ട് ഞാൻ തെണ്ടിക്കും, ചർച്ചിൽ ആക്രോശിച്ചു. അയാൾ കൊടുവാൾ ഉയർത്തി ഗീതയുടെ കൈക്ക് ആഞ്ഞു വെട്ടി. വെട്ടുവീഴുന്നതിന് മുമ്പ് അവളെ പിടിവിട്ട് ആഞ്ഞു വലിച്ചു. അമരനോടൊപ്പം ഗീതി മുറ്റത്തേക്ക് വീണു. തൂണിൽ വെട്ടുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഒരു കഷ്ണം ചീന്തിപ്പോയി. ആ ശക്തിയിൽ വാള് 2ആയിട്ട് ഒടിഞ്ഞു മാറി. ഒരു ഭാഗം എവിടേക്കോ തെറിച്ചുപോയി. ഒരു ടാപ്പിംഗ് കത്തിയുടെ അത്രമേ അയാളുടെ കയ്യിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ചർച്ചിൽ ആ മുറിവാളിന് നേരെ കോപത്തോടെ നോക്കിയ ശേഷം അത് വലിച്ചെറിഞ്ഞു. വേറെ ആരുമില്ല ഇവിടെ. വീട്ടിനുള്ള എല്ലാ വസ്തുക്കളും തല്ലിപ്പൊളിച്ച ശേഷം ഗുണ്ടകൾ ഇറങ്ങി വന്നു. വീഴ്ചയുടെ വേദനയൊന്നും ഗീതി അറിഞ്ഞില്ല. എങ്ങനെയും കൈ രക്ഷപ്പെട്ടെന്ന് അവൾക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. ചർച്ചിൽ എഴുന്നേറ്റ് ഇന്ദുവിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു. അയാൾ ഇന്ദുവിൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു. അവൾ കറങ്ങി കുഴഞ്ഞു വീണു. കൂടത്തിൻ്റെ കരുത്തായിരുന്നു അയാളുടെ മുഷ്ടിക്ക്. മോളെ ഇന്ദു! ഗീതി അവളെ പിടിക്കാനായി മുന്നോട്ടാഞ്ഞു. അമരൻ അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചു. ഗുണ്ടകൾ ചുറ്റും വന്നു നിന്നു. എവിടെ നിൻ്റെ അനുജനും തള്ളിയും? അമരൻ അവളോട് ചോദിച്ചു. ഇവിടെ ഇല്ല. എവിടെ പോയെന്നാണ് ചോദിച്ചത്. നിങ്ങൾ അവനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമരൻ അവളുടെ കഴുത്തിന് പിടിച്ച് ഉലച്ചു.
മനുസാറിൻ്റെ വീട്ടിൽ പോയി, ഗീതി പറഞ്ഞു. SP മനൂഷങ്കറിൻ്റെ വീട്ടിൽ. അതെ. അവൾ ശിരസിളക്കി. എപ്പോഴാണ് പോയത്? അതേ രാവിലെ. ഗീതിയുടെ കൈ മുറിക്കാൻ കഴിയാത്ത നിരാശയുടെ ചർച്ചിൽ രംഗരാജൻ വരാന്തയിൽ നിന്നും ഇറങ്ങി വന്നു. എൻ്റെ ഭദ്രൻ്റെ കയ്യെ അവൻ മുറിച്ചത് നിങ്ങൾ അറിഞ്ഞോടി. അയാൾ ഗീതിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനായി മുന്നോട്ട് വന്നു. തുടരുത്. അവരെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. ആ ശബ്ദം കേട്ട് ചർച്ചിൽ തലതിരിച്ചു നോക്കി. പറമ്പിൻ്റെ അതിർത്തിയിൽ അയൽക്കാർ കൂടി നിൽക്കുന്നു. അവരുടെ കയ്യിൽ കല്ലും കുറുവിടകളും വെട്ടുകത്തികളും. വളരെയേറെ പേരുണ്ടായിരുന്നു. ഗീതിയുടെ നേരെ നീട്ടിയ കൈകൾ ചർച്ചിൽ രംഗരാജൻ പിൻവലിച്ചു. അയാൾ രോഷം കണ്ട് ഒരു ക്രൂര ജന്തുവിനെ പോലെ മുക്രയിട്ടു. കോട്ടിനുള്ളിൽ നിന്നും കൈത്തോക്ക് വലിച്ചെടുത്ത് ആകാശത്തേക്ക് നിറയൊഴിച്ചു. ആ വെടിശബ്ദം എല്ലാവരെയും നടുക്കിക്കളഞ്ഞു. ആർക്കാടാ ചർച്ചിലിനോട് കളിക്കേണ്ടത്? അയാൾ അലറി. ആരും അനങ്ങിയില്ല. അയാൾ ഒരു വെടി കൂടി മുഴക്കി. പലരും ഭയത്തോടെ പിന്നോട്ട് മാറി. ചർച്ചിൽ ഗുണ്ടകളോട് പറഞ്ഞു, ഇവരെ ജീപ്പിൽ കയറ്റി. മനൂഷങ്കർ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്ത് രക്ഷിക്കും. അത് എന്നിൽ നിന്നും അവനെ രക്ഷിക്കാൻ വേണ്ടിയാ. പകരം ഇവരെ ഞാനങ്ങ് കൊണ്ടുപോകും. എൻ്റെ മോനെയല്ലേ അവൻ വെട്ടിയത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.